നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. സ്പാ ജീവനക്കാരെ പിന്തുടർന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു. 5 യുവാക്കളെ അറസ്റ്റ് ചെയ്ത മൂവാറ്റുപുഴ പോലീസ്. ടോറസ് ലോഡിൽ കയറി രക്ഷപ്പെട്ട യുവതിയെ പിടവം വരെ ബൈക്കിൽ പിന്തുടർന്നു. PP എസ്തോസിന്റെ 38ാമത് അനുസ്മരണം CPIM ജില്ലാ സെക്രട്ടറി S സതീഷ് ഉദ്ഘാടനം ചെയ്തു. പതാക ഉയർത്തലും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടത്തി. കായിക പ്രേമികളുടെ ഇഷ്ടകേന്ദ്രം കാട് മൂടിയ നിലയിൽ മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ സ്റ്റേഡിയമാണ് നാശത്തിന്റെ വക്കിലായിരിക്കുന്നത്. നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. കർഷകർക്കായി സെമിനാർ സംഘടിപ്പിച്ചു. പോത്താനിക്കാട് പഞ്ചായത്ത് കൃഷിഭവൻ, ഇഫ്കോ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സെമിനാർ നടത്തിയത്. ഉദ്ഘാടനം ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റ്. ലഹരി വസ്തുക്കളുടെ വ്യാപനം വർദ്ധിച്ചു വരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ തൂഫാൻ പ്രവർത്തനം മൂവാറ്റുപുഴയിൽ കൂടുതൽ ശക്തമാക്കണം. ആവശ്യവുമായി ജനകീയ പ്രതിരോധ സമിതി. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴയിൽ സ്പാ ജീവനക്കാരെ പിന്തുടർന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ 5 യുവാക്കൾ പോലീസ് പിടിയിൽ. ടോറസ് ലോഡിൽ കയറി രക്ഷപ്പെട്ട യുവതിയെ പിടവം വരെ ബൈക്കിൽ പിന്തുടർന്ന 5 പേരെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. അർദ്ധരാത്രിയിൽ യുവതിയെ ആക്രമിച്ച് അപമാനിക്കാൻ ശ്രമിച്ച 5 പേർ അറസ്റ്റിൽ. ഈസ്റ്റ് മാറാടി പള്ളിക്കവല തട്ടാർക്കുന്നൽ അജിത്, മീങ്കുന്നം പാടത്താഴത്ത് അദ്വൈത്, പഞ്ചായത്തുപടി ചാവാട്ട് ടോമി ഷാജി, ഹൈസ്കൂളിന് സമീപം ചാരപ്പുറത്ത് പുത്തൻപുരയിൽ അർജുൻ സനിൽ, മങ്ങമ്പട തെങ്ങനൽ അശ്വിൻ രഘു എന്നിവരെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ അനിൽ ജോർജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനായി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോവുകയായിരുന്ന യുവതിയെ ജംഗ്ഷന് അടുത്ത് വെച്ച ബൈക്കിലെത്തിയ യുവാക്കൾ യുവതിയെ പിന്തുടരുകയും അപമര്യാദയെ പെരുമാറാൻ ശ്രമിക്കുകയുമായിരുന്നു. അതുവഴി വന്ന ടിപ്പറിൽ കയറി യുവതി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് 15 കിലോമീറ്ററോളം പ്രതികൾ മാരകായുധങ്ങളുമായി വാഹനം പിന്തുടർന്ന് അപായപ്പെടുത്തുന്നതിന് ശ്രമിക്കുകയും യുവതി പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. പോലീസ് എത്തി യുവതിയെ രക്ഷപ്പെടുത്തി. പോലീസ് ജീപ്പ് കണ്ട് പിന്തിരിഞ്ഞ പ്രതികളെ പോലീസ് പിടികൂടുകയായിരുന്നു. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മുൻ MLAയും MP യുമായിരുന്ന PP എസ്തോസിന്റെ 38ാമത് അനുസ്മരണം നടത്തി. അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി S സതീഷ് ഉദ്ഘാടനം ചെയ്തു. മുൻ MLAയും MP-യും മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാനുമായിരുന്ന PP എസ്തോസിന്റെ 38ാമത് അനുസ്മരണം നടത്തി. CPIM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തലും നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടത്തി. തുടർന്ന് എസ്തോസ് ഭവൻ ഓഡിറ്റോറിയത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി S സതീഷ് ഉദ്ഘാടനം ചെയ്തു. കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരനാകുകയും തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത ഏറ്റവും ശക്തനായ നേതാവ് എന്നുള്ളതാണ് എസ്തോസ്. സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെടെ ആകർഷ്ടനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പൊതുപ്രവർത്തനം ആരംഭിച്ച് അവിടെ നിന്നും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്ന ഇടതുപക്ഷധാരയോടും അതിന്റെ വികാസമായി വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും ഒപ്പം ചേർന്ന് പ്രവർത്തിച്ചതിന്റെ അനുഭവ സമ്പത്താണ് സഖാവിനുള്ളത്. ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റവും മികവോടെ നടപ്പാക്കിയ നേതാവാണ്. പാർലമെന്റേറിയൻ എന്ന നിലയിൽ നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട ഘട്ടത്തിലും ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിൽ മുനിസിപ്പാലിറ്റിയുടെ ഈ മൂവാറ്റുപുഴയുടെ വികസന കാര്യങ്ങൾക്കകത്ത് നേതൃത്വം കൊടുക്കുന്ന കാര്യത്തിലും മുനിസിപ്പൽ ചെയർമാൻമാരുടെ ചെയർമാൻ എന്ന നിലയിൽ കേരളത്തിനകത്ത് ചുമതലകൾ നിർവഹിക്കുന്ന കാര്യത്തിലെല്ലാം ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റവും മാതൃകാപരമായി നടപ്പാക്കിയ നേതാവ് കൂടിയാണ് എസ്തോസ് എന്നുള്ളത് കാണും. PM ഇസ്മായിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PR മുരളീധരൻ, ഏരിയ സെക്രട്ടറി അനീഷ് M മാത്യു, MR പ്രഭാകരൻ, UR ബാബു, KP രാമചന്ദ്രൻ, MA സഖീർ, CK സോമൻ, ഷാലി ജെയിൻ എന്നിവർ പ്രസംഗിച്ചു. SSLC +2 ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ഉപഹാരം നൽകി അനുമോദിച്ചു.
നേഹ രഞ്ജിത്ത്, ഏഞ്ചൽ ജോബി, SFIയുടെ ഏരിയ പ്രസിഡന്റ് ആയിട്ടുള്ള സഖാവ് കാർത്തിക് +2 ഫുൾ A+ ആണ് സഖാവ് കാർത്തിക്. ഏരിയയിലെ പാർട്ടി ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും ലോക്കൽ കേന്ദ്രങ്ങളിലും പതാക ഉയർത്തി PP എസ്തോസിനെ അനുസ്മരിച്ചു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കായിക പ്രേമികളുടെ ഇഷ്ടകേന്ദ്രം കാടുമൂടിയ നിലയിൽ അധികൃതർ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നവീകരണം ഉറപ്പു നൽകിയ മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ സ്റ്റേഡിയമാണ് നാശത്തിന്റെ വക്കിലായിരിക്കുന്നത്. വിദ്യാർത്ഥികളടക്കം നിരവധി പേരെത്തുന്ന മൈതാനത്തിന്റെ ഭൂരിഭാഗവും കാടുമൂടിയ അവസ്ഥയിലാണ്. കോടികൾ മുടക്കി നിർമ്മിച്ച കായിക സംവിധാനങ്ങളാണ് അധികൃതരുടെ നിസ്സംഗത കാരണം നശിക്കുന്നത്. ഫുട്ബോൾ ഗോൾ പോസ്റ്റുകളും ക്രിക്കറ്റ് നെറ്റ് ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ അടിസ്ഥാന സൗകര്യങ്ങളുമാണ് അറ്റകുറ്റപ്പണികളില്ലാതെ തുരുമ്പെടുത്ത് നശിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി അധികൃതർ നവീകരണം ഉറപ്പു നൽകിയ ഗ്രൗണ്ടാണ് ആർക്കും പ്രയോജനപ്പെടാതെ നശിക്കുന്നത്. ദിവസവും രാവിലെയും വൈകുന്നേരവും നിരവധി മുതിർന്ന പൗരന്മാരും സ്ത്രീകളും നടക്കാനിറങ്ങുന്നതിന് ഈ മൈതാനത്തെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ നിലവിലെ അവസ്ഥയിൽ മൈതാനത്തേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. കാട് പിടിച്ചു കിടക്കുന്നതിനാൽ പാമ്പ് ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കൾ ഇവിടെ താവളമടിച്ചിരിക്കുകയാണ്. ഇത് കായിക താരങ്ങളുടെയും നടക്കാനിറങ്ങുന്നവരുടെയും ജീവന് തന്നെ വലിയ ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു. ചെറിയ കുട്ടികൾ വരെ കളിക്കാനെത്തുന്ന ഈ മൈതാനത്തിൽ വലിയൊരു അപകടം ഉണ്ടാകുന്നതിന് മുൻപ് കാട് വെട്ടിത്തെളിച്ച് കായികക്ഷമമാക്കാൻ അധികൃതർ എത്രയും വേഗം ഇടപെടണമെന്നാണ് നാട്ടുകാരുടെയും കായിക പ്രേമികളുടെയും ആവശ്യം. വനത്തിലെ കാഴ്ചകൾ തേടി പോകേണ്ട, ചിലപ്പോൾ പ്രകൃതി തന്നെ വീട്ടുമുറ്റത്തേക്ക് എത്തുമെന്നതിന്റെ ഉദാഹരണമാണ് കോതമംഗലം വെളിയച്ചാലിൽ നിന്നുള്ള കാഴ്ച. വനത്തിൽ കാണപ്പെടുന്ന മൂട്ടിപ്പഴം വീട്ടുമുറ്റത്തും കായ്ച്ചു. വനത്തിൽ മാത്രം സാധാരണയായി കാണുന്ന മൂട്ടിപ്പഴം വീട്ടുമുറ്റത്ത് തനിയെ മുളച്ച് വളർന്ന് കായ്ച്ചിരിക്കുകയാണ്. വെളിയൽച്ചാൽ സ്വദേശി ജോയിയുടെ വീട്ടിലാണ് ഈ കൗതുക കാഴ്ച. മൂട്ടിപ്പഴം മരം കായ്ച്ചതോടെ പഴുത്തു ചുവന്ന കായ്കൾ കാണാൻ ആളുകളും എത്തിത്തുടങ്ങി. കഴിഞ്ഞ വർഷമാണ് ആദ്യമായി മരം കായ്ച്ചത്. അപ്പോഴാണ് ഇത് വനത്തിൽ കാണപ്പെടുന്ന മൂട്ടിപ്പഴ മരമാണെന്ന് ജോയിക്ക് മനസ്സിലായത്. ഇപ്പോൾ മരത്തിൽ നിറയെ പഴങ്ങളുണ്ട്. മൂത്ത് പഴുത്തപ്പോൾ ചുവന്ന നിറത്തിലേക്ക് മാറിയ കായ്കൾ കാഴ്ചയ്ക്കും നല്ല കൗതുകമാണ്. വനത്തിന്റെ സ്വാഭാവിക സൗന്ദര്യം വീട്ടുമുറ്റത്ത് എത്തിയതുപോലെയാണ് ഈ കാഴ്ച. ജനുവരിയോടെ പൂത്തു തുടങ്ങും. ജൂൺ ജൂലൈ മാസങ്ങളിൽ വിളവെടുക്കാം. പുളിയും മധുരവും ഇടകലർന്ന രുചിയാണുള്ളത്. തനിയെ വളർന്നതാണെന്നും കഴിഞ്ഞ വർഷം കായ്ച്ചപ്പോഴാണ് ഇത് മൂട്ടിപ്പഴമാണെന്ന് മനസ്സിലായതെന്നും ഔഷധ ഗുണമുള്ള ഈ പഴം തോട്ടങ്ങളിൽ വെച്ച് പിടിപ്പിച്ച് വിപണനം ചെയ്യാൻ കർഷകർ രംഗത്ത് വരണമെന്നും വീട്ടുടമ ജോയി പറഞ്ഞു. മൂട്ടി ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഫലം തരുന്ന വൃക്ഷമാണ്. ഇത് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് വനമേഖലയിലാണ്. വനമേഖലയിൽ നിന്ന് നമുക്ക് എങ്ങനെയോ എൻ്റെ അടുക്കള വശത്ത് ഇത് ഉണ്ടാവുകയും പിന്നെ ഞങ്ങളിത് എന്താണെന്ന് മനസ്സിലാകാതെ കുറേ കാലം അതിനെ സംരക്ഷിച്ച് പോരുകയും ചെയ്തായിരുന്നു. ഏത് വൃക്ഷമാണെന്ന് മനസ്സിലായില്ല. അങ്ങനെ വന്ന് കഴിഞ്ഞ കൊല്ലം അത് പൂക്കുകയും പിന്നീടാണ് മനസ്സിലായത് ഇതൊരു മൂട്ടി ഫ്രൂട്ട് എന്ന് അറിയപ്പെടുന്ന വളരെയേറെ മെഡിസിനൽ ഗുണമുള്ള ഒരു നല്ല ഫലം കിട്ടുന്ന ഒരു വൃക്ഷമാണെന്ന് മനസ്സിലായത്. അങ്ങനെ കഴിഞ്ഞ കൊല്ലം ഇത് ധാരാളം കായ്ച്ചിരുന്നു. ഇതൊരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇതിൻ്റെ പൂവിടയിൽ. നല്ല രസമാണ് പൂവ് കാണാൻ തന്നെ. ഒരു പിങ്ക് റെഡോട് കൂടിയുള്ളൊരു പൂവാണ്. അത് കഴിഞ്ഞതിന് ശേഷം അതൊരു ഇതിൻ്റെ കായ ആദ്യം ഉണ്ടാവുകയും ഇതൊരു ഫലം നമുക്ക് ഫുള്ളായിട്ട് ഇത് കിട്ടുന്നതിന് ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കിട്ടുള്ളൂ. വളരെ ഗുണമുള്ള ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണിത്. ഇത് നമുക്ക് മാർക്കറ്റിൽ ഇതിൻ്റെ തൈകൾ കിട്ടും. പക്ഷേ എനിക്ക് എൻ്റെ അടുക്കള വശത്ത് ഇത് എങ്ങനെയോ അപൂർവമായിട്ട് വന്ന് മുളച്ചതാണ്. അതിന് ശേഷമാണ് നമുക്കിതൊക്കെ മനസ്സിലായത്. അപ്പോൾ ഇത് നല്ലൊരു മാർക്കറ്റ് ചെയ്യാവുന്ന ഒരു ഫ്രൂട്ട് ഇനം തൈ തന്നെയാണ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് റംബുട്ടാനും മംഗോസ്റ്റിൻ പോലെ കൃഷി ചെയ്ത് ഇതിൻ്റെ ഫലം ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ കൊടുത്ത് നല്ല ഒരു ബിസിനസ് ഫ്യൂച്ചറിൽ ബിസിനസ് കൊണ്ടുവരാവുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. റംബുട്ടാനും മംഗോസ്റ്റിനും പോലെ തന്നെ വില കിട്ടാവുന്ന ഒരു ഫ്രൂട്ടാണ്. കാരണം അതിലേറെ മെഡിസിനലായിട്ടാണ് ഇത് നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ഒത്തിരിയേറെ ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടായതുകൊണ്ട് മാർക്കറ്റിൽ ഇത് ആവശ്യക്കാർ ഏറെ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു കൊമേഴ്സ്യൽ കൃഷിയായിട്ട് എടുത്തുകൊണ്ട് കൃഷി ചെയ്ത്
ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കർഷകരോട്, പ്രത്യേകിച്ച് കർഷകർ ഇതും ഒരു കൃഷിയായിട്ട്, ഫ്രൂട്ട് കൃഷിയായിട്ട് ഇതിനെ നട്ട് അതിൻ്റെ ഫലമെടുത്ത് വിളവെടുത്ത് നമുക്ക് ഒരു ധനശേഖരണം നടത്താൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. പ്രകൃതിയുടെ സ്വന്തം രീതിയിൽ വളർന്ന ഈ മരം സംരക്ഷിച്ചാൽ അപൂർവ സസ്യങ്ങൾക്കും നമ്മുടെ വീടുകളിൽ ഇടമുണ്ടാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പോത്താനിക്കാട് പഞ്ചായത്ത് കൃഷിഭവൻ, ഇഫ്കോ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കർഷകർക്കായി സെമിനാർ സംഘടിപ്പിച്ചു. നാനോവളം കൃഷിയിൽ ഉപയോഗവും പ്രയോജനവും എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ആധുനിക കൃഷിരീതികളും പുതിയ സാങ്കേതിക വിദ്യകളും കർഷകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പോത്താനിക്കാട് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. പോത്താനിക്കാട് പഞ്ചായത്ത് ഹാളിൽ നടന്ന നാനോവളം കൃഷിയിൽ ഉപയോഗവും പ്രയോജനവും സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ഞാനൊക്കെ കുറെ നാൾ വേറെ പല ഓഫീസേഴ്സ് കൂടി ഇരുന്നപ്പോൾ ഇതുപോലെ കർഷകരെ പല ആവശ്യത്തിനും വിളിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ കർഷകരുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടാകാറില്ല. പക്ഷേ ഈ കൃഷി ഓഫീസറായിട്ട് ഇവിടെ നമ്മുടെ ഈ ബോസ് വന്നതിന് ശേഷം ഏത് യോഗം കർഷകരെ വിളിച്ചാലും നല്ല രീതിയിലുള്ള പങ്കാളിത്തം ഇവിടെ ഉണ്ടാവാറുണ്ട്. പോത്താനിക്കാട് പഞ്ചായത്ത് കൃഷിഭവൻ, ഇഫ്കോ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. പരമ്പരാഗത രാസവളങ്ങൾക്ക് പകരമായി കുറഞ്ഞ ചെലവിൽ മികച്ച വിളവ് നൽകാൻ സഹായിക്കുന്ന നാനോ വളങ്ങളുടെ സാധ്യതകൾ സെമിനാറിൽ ചർച്ച ചെയ്തു. ദ്രാവക രൂപത്തിലുള്ള നാനോ യൂറിയ, നാനോ DAP എന്നിവയുടെ കൃത്യമായ ഉപയോഗക്രമം, ഗുണങ്ങൾ എന്നീ വിഷയത്തിൽ ICARലെ ശാസ്ത്രജ്ഞരായ ഡോക്ടർ ഗ്രീഷ്മ, ഡോക്ടർ ജയന്തി, ഇഫ്കോ മാനേജർ ദിൽഷാദ് എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. രാസവളങ്ങളുടെ അമിത ഉപയോഗം വഴിയുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കുറയ്ക്കാനും മണ്ണിന്റെ സ്വാഭാവിക ഘടനയും സൂക്ഷ്മജീവികളെയും നിലനിർത്താനും നാനോവളങ്ങൾ എങ്ങനെ സഹായിക്കുന്നുവെന്ന് ക്ലാസുകൾ നൽകി കർഷകർക്ക് ബോധവൽക്കരണം നടത്തി. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാണ്. നെല്ലിന്റെ ആസിഡിന്റെ അഭാവം കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് ചുറ്റും എല്ലാം നടുക്ക് ഇതായിട്ട് കാണും. അതിന്റെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ കാൽസ്യം നൈട്രേറ്റ് ഉണ്ട്. കാൽസ്യം നൈട്രേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ഏകദേശം ഒരു ഏക്കറിന് ഏകദേശം 100 കിലോ. അല്ലെ അത് ഇതാട്ടോ കുമ്മായം. കാൽസ്യം നൈട്രേറ്റ് ഏകദേശം. കൃഷി ഓഫീസർ ബോസ് മത്തായി പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലൂസി സന്തോഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ ജിജി അനീഷ്, സീന സജി, സാബു വർഗീസ്, കൃഷി അസിസ്റ്റന്റുമാരായ സുഹറ TM, ഷെറീന KP എന്നിവർ പ്രസംഗിച്ചു. പായിപ്പട പഞ്ചായത്തിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് റോഡിന്റെ ഇരുവശങ്ങളിലെയും കാടുവെട്ടലിന് തുടക്കമായി. 1-ാം വാർഡിൽ നിന്ന് ആരംഭിച്ച് റോഡിന് ഇരുവശവും കാടുവെട്ടുന്ന പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് സീസ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KP ജോയ് അധ്യക്ഷത വഹിച്ചു. മേഖലയിലെ ലഹരി വസ്തുക്കളുടെ വ്യാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ തൂഫാൻ പ്രവർത്തനം മൂവാറ്റുപുഴയിൽ കൂടുതൽ ശക്തമാക്കണമെന്ന് ജനകീയ പ്രതിരോധ സമിതി ആവശ്യപ്പെട്ടു. ലഹരി ഉപയോഗവും വിതരണവും സംബന്ധിച്ച പരാതികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും വ്യാപിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സ്ഥാപിച്ച കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ എറണാകുളം ജില്ലാ സമ്മേളനം ജൂലൈ അവസാന വാരം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗമാണ് ആവശ്യം മുന്നോട്ട് വെച്ചത്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. ഉപ്പുകുഴിയിൽ ജോർജ് ജെയിംസ് 75 നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച 2:30 വാഴക്കുളം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ. ഭാര്യ പരേതയായ ലില്ലി, കലിയന്താനി ഊരാളിക്കുന്നൽ കുടുംബാംഗം. മക്കൾ ഷിയോണ, ജെയ്സ്, മരുമക്കൾ മനോജ്, ആൻസി. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.